ഇന്നത്തെ ഇതൊരു പുൽക്കൂട് നിർമ്മാണ കഥയാണ്. പൊതുവേ ഞങ്ങളുടെ വീട്ടിൽ പുൽക്കൂട് ഉണ്ടാക്കുന്നത് ഞാനും അച്ഛനും കൂടി തീർന്നിട്ടാണ്. പക്ഷേ ഇപ്രാവശ്യം അച്ഛനെ പുൽക്കൂട് വെക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് പുൽക്കൂട് ചെയ്ത് കാണിച്ചു തരാമെന്നുള്ള രീതിക്ക് ആ ദൗത്യം ഏറ്റെടുത്തു കേട്ടോ. പക്ഷേ സംഭവം ഞാൻ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഫ്ലോപ്പായിപ്പോയി. ഞാൻ 4-5 കമ്പൊക്കെ പെറുക്കിയെടുത്തിട്ട് അതിലിതുപോലെ ഷോളൊക്കെ ചുറ്റി പിന്നെ എന്താണ് മഞ്ഞിൻ്റെ എഫക്റ്റ് കിട്ടാനായിട്ട് ബനിയൻ വേസ്റ്റൊക്കെ വെച്ചിട്ട് രൂപങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ പുൽക്കൂട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ ലൈറ്റോ കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ലൈറ്റ് വെക്കുമ്പോഴേക്കും ആ ഷോളൊക്കെ ഇളകി വരുന്ന പോലെയൊക്കെ ഫീൽ ചെയ്ത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു. എനിക്ക് വലിയ രീതിക്ക് ഇഷ്ടപ്പെട്ടില്ല. വൈകുന്നേരം വന്ന് നോക്കിയപ്പോൾ അച്ഛന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിൽ അച്ഛൻ പറഞ്ഞത് എന്താ നീ കാണിച്ച് വെച്ചേക്കുന്നത്. പിന്നെ അച്ഛൻ അഡീഷണലി കുറച്ച് മറ്റേ ഈ എന്താണ് ലൈറ്റും വേറെ ഇതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ ചെയ്ത പുൽക്കൂട് മാറ്റിയിട്ട് ഒന്നേന്ന് അച്ഛൻ ചെയ്യുകയാണ്. രാത്രി 11 മണി 12 മണി അടുപ്പിച്ചായത് ഇതൊന്ന് സെറ്റാക്കി എടുക്കാനായിട്ട്. അപ്പം ഞാൻ ചെയ്ത ഇതാണ്, അച്ഛൻ ചെയ്ത പുൽക്കൂട് ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്നുള്ള കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ടാറ്റാ.